ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. നോക്കാം തലക്കെട്ടുകൾ. കലൂർ അപകടത്തിൽ വീഴ്ച സംബന്ധിച്ച് GCDA കൃത്യമായ പരിശോധന നടത്താതെ സൈറ്റ് എഞ്ചിനീയർക്ക് സസ്പെൻഷൻ. 15 ദിവസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ GCDA സെക്രട്ടറിക്ക് നിർദ്ദേശം. സംഘാടനത്തിൽ പിഴവുണ്ടായെന്ന് കൊച്ചി മേയർ. ഉമാ തോമസിനെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി. ഷർട്ട് വിവാദത്തിൽ മുഖ്യമന്ത്രിയെ തള്ളി ഗണേഷ് കുമാർ. ആചാരമാറ്റം തീരുമാനിക്കേണ്ടത് തന്ത്രിയെന്ന് പ്രതികരണം. അതത് സമുദായങ്ങൾ തീരുമാനിക്കുന്നതാണ് നല്ലതെന്ന് VD സതീശൻ. സനാതനധർമ്മത്തെ അവഹേളിക്കുന്നതിൽ നിന്നും മുഖ്യമന്ത്രി പിന്തിരിയണമെന്ന് V മുരളീധരൻ. സാമുദായിക യോഗങ്ങളിൽ മത്സരിച്ച് പങ്കെടുത്ത VD സതീശനും രമേശ് ചെന്നിത്തലയും സമുദായങ്ങളോട് നല്ല ബന്ധം പുലർത്തണമെന്ന നിർദ്ദേശം പാലിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് നേതാക്കൾ. കോൺഗ്രസുകാരെ തോൽപ്പിക്കുന്നത് കോൺഗ്രസുകാർ തന്നെയെന്ന് മലങ്കര കത്തോലിക്ക സഭാ അധ്യക്ഷൻ. അനന്തപുരിയിൽ കൗമാര കലോത്സവത്തിന് അരങ്ങുണർന്നു. സ്വന്തം അതിജീവന കഥ വേദിയിലെത്തിച്ച് വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ. പഴയ സ്ഥലത്ത് തന്നെ സ്കൂൾ നിർമ്മിക്കുമെന്ന് ഉറപ്പു നൽകി മുഖ്യമന്ത്രി. ആദ്യ ദിനം പോയിന്റ് നിലയിൽ കണ്ണൂർ മുന്നിൽ. കണ്ണപുരം റിജിത്ത് കൊലക്കേസിൽ എല്ലാ പ്രതികളും കുറ്റക്കാർ. വിധി പറഞ്ഞത് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി. RSS BJP പ്രവർത്തകരായ പ്രതികൾക്കുള്ള ശിക്ഷാവിധി ചൊവ്വാഴ്ച. തമിഴ്നാട് സാത്തൂരിലെ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം. 6 മരണം, 2 പേർക്ക് ഗുരുതര പരിക്ക്. പടക്ക നിർമ്മാണശാലയുടെ ലൈസൻസ് റദ്ദാക്കി. ഒളിവിൽ പോയ ഉടമയ്ക്കെതിരെ കേസ്. സിഡ്നി ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് 145 റൺസ് ലീഡ്. ആശങ്കയുയർത്തി ജസ്പ്രീത് ബുംറയുടെ പരിക്ക്. ബൗൾ ചെയ്യുമോ എന്നതിൽ അന്തിമ തീരുമാനം നാളെ. വിരമിക്കൽ അഭ്യൂഹങ്ങൾ തള്ളി രോഹിത് ശർമ്മ. ഉമാ തോമസ് MLA അപകടത്തിന് ഇടയാക്കിയ നൃത്തപരിപാടി വിവാദത്തിൽ വീഴ്ച സംബന്ധിച്ച് GCDA കൃത്യമായി പരിശോധന നടത്താത്ത സൈറ്റ് എഞ്ചിനീയറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. വീഴ്ച പരിശോധിക്കാൻ GCDA സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കമ്മീഷനെ നിയോഗിച്ചു. GCDA എക്സിക്യൂട്ടീവ് യോഗത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറി പ്രതിഷേധിച്ചു. ഉമാ തോമസ് MLA സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ സംഭവത്തിൽ GCDAക്കെതിരെ ആരോപണം ഉയർന്നതിനിടെ വീഴ്ച സമ്മതിച്ചിരിക്കുകയാണ് ചെയർമാൻ ചന്ദ്രൻപിള്ള. പരിശോധന നടത്താത്ത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ SS ഉഷയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. വീഴ്ച പരിശോധിക്കാൻ GCDA സെക്രട്ടറി നീതു വിജയനാഥിന്റെ നേതൃത്വത്തിൽ കമ്മീഷനെ നിയോഗിച്ചു. മൃദംഗഭൂഷന്റെ ഭാഗത്തു നിന്ന് ഈ നൃത്തപരിപാടിയുടെ സംഘാടനത്തിൽ ഗുരുതരമായ പിഴവുകളുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യങ്ങൾ സംബന്ധിച്ചൊരു വിശദമായ അന്വേഷണം നടത്താൻ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചു. വളരെ വിശദമായൊരു എഗ്രിമെൻറ്റ് GCDA ഒപ്പുവച്ചിരുന്നത് ഞങ്ങൾ അപകടം നടന്നതിന് ശേഷമുള്ള മണിക്കൂറുകൾ തന്നെ പുറത്തുവിട്ടിരുന്നു. GCDAയുടെ ഭാഗത്തു നിന്ന് കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനകത്ത് വേണ്ടത്ര ജാഗ്രതയോടുകൂടി ഒരു അന്വേഷണം വന്നില്ല എന്നുള്ളത് ഞങ്ങൾ കണ്ടു. അങ്ങനെ കണ്ടതിനെ തുടർന്ന് ഞങ്ങളുടെ സൈറ്റ് എഞ്ചിനീയർ ആ ചുമതല നിർവഹിക്കേണ്ടത് വേണ്ടത്ര നിർവഹിച്ചു എന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കുമ്പോൾ തന്നെ അവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനും തീരുമാനിച്ചു. ഭാവിയിലും ഇത്തരം പരിപാടികൾക്ക് സ്റ്റേഡിയം വിട്ടുനൽകാനാണ് GCDAയുടെ തീരുമാനം. എന്നാൽ നൃത്തപരിപാടിക്ക് അനുമതി നൽകിയ യോഗത്തിൽ താൻ പങ്കെടുത്തില്ലെന്ന് മേയർ M അനിൽകുമാർ വ്യക്തമാക്കി. സംഘാടനത്തിൽ പിഴവുണ്ടെന്നും മേയർ ആവർത്തിച്ചു. ഗവൺമെന്റ് അന്വേഷണത്തിന്റെ ഫൈനൽ റിപ്പോർട്ട് വരാതെ അതിൽ പോലീസ് ഇൻവോൾവ് ആണല്ലോ. അതിനുശേഷമല്ലേ സമാന്തരമായി മറ്റൊരു ഏജൻസിക്ക് വിജിലൻസിന്റെ അന്വേഷണത്തിന് സാങ്കത്യമുള്ളൂ. അപ്പോൾ അത് ആവശ്യപ്പെടാൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷേ നിയമപരമായി ഓരോ അന്വേഷണങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ടല്ലോ. ഏതായാലും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തീർച്ചയായും GCDA എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുക തന്നെ ചെയ്യും.
വിഷയം ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറി. GCDA ചെയർമാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുദ്രാവാക്യം വിളിച്ചു പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കായികേതര ആവശ്യത്തിന് സ്റ്റേഡിയം വിട്ടുനൽകുന്നത് വഴിവിട്ട നീക്കത്തിലൂടെയാണെന്നാരോപിച്ച് കൊച്ചി സ്വദേശി ആഗസ്റ്റിൻ വിജിലൻസിന് പരാതി നൽകി. ന്യൂസ് 18 കൊച്ചി. കലൂർ നൃത്തപരിപാടിയിലുണ്ടായത് ഗുരുതരമായ വീഴ്ചയെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. GCDA ചെയർമാനെ മാറ്റി നിർത്തി വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു മുൻകരുതലും ഇല്ലാതെ, സുരക്ഷാ സംവിധാനങ്ങളില്ലാതെയാണ് ഇത്രയും വിപുലമായിട്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത് എന്നുള്ളത് പോലീസും ബന്ധപ്പെട്ട അധികാരികളും എത്ര ലാഘവ ബുദ്ധിയോടുകൂടിയാണ് ഇത്തരം പരിപാടികളിലെ സംഘാടകരോടുമായിട്ട് ഇടപെടുന്നത് എന്നുള്ളതാണ്. GCDA ചെയർമാൻ അദ്ദേഹം ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ഒരു വിജിലൻസ് അന്വേഷണം, ആ വിജിലൻസ് അന്വേഷണം അർത്ഥശൂന്യമായിട്ടുള്ള അന്വേഷണം. കലൂരിൽ നൃത്തപരിപാടിക്കിടെ ഗാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. ഉമാ തോമസിനെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി. തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരും. ഡോക്ടർമാരോടും ബന്ധുക്കളോടും ഉമാ തോമസ് സംസാരിച്ചു. വ്യായാമത്തിന്റെ ഭാഗമായി പേപ്പറിൽ എഴുതിയെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. വീടിന്റെ നവീകരണത്തെക്കുറിച്ചാണ് ഉമാ തോമസ് പേപ്പറിൽ കുറിച്ചത്. വാരിക്കൂട്ടണം എല്ലാ സാധനങ്ങളും എന്നാണ് ഉമാ തോമസ് എഴുതിയത്. വാടക വീട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ടാണ് ഉമാ തോമസ് എഴുതിയത്. കൊല്ലം അഞ്ചലിൽ യുവതിയെയും ഇരട്ടക്കുട്ടികളെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ പിടിയിൽ. കൊലപാതകം നടന്ന് 19 വർഷത്തിന് ശേഷമാണ് പ്രതികൾ പിടിയിലായത്. പോണ്ടിച്ചേരിയിൽ നിന്നാണ് 2 പ്രതികളെയും CBI പിടികൂടിയത്. അഞ്ചൽ സ്വദേശി ദിബിൽ കുമാർ, കണ്ണൂർ സ്വദേശി രാജേഷ് എന്നിവരാണ് പിടിയിലായത്. ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്യുകയായിരുന്ന ഇവർ സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോവുകയായിരുന്നു. പ്രതികളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരവും പ്രഖ്യാപിച്ചിരുന്നു. പ്രതികളെ ഈ മാസം 18 വരെ റിമാൻഡ് ചെയ്തു. ആചാരങ്ങൾ പാലിക്കാൻ കഴിയുന്നവർ മാത്രം ക്ഷേത്രത്തിൽ പോയാൽ മതിയെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരമുണ്ട്. അതിൽ മാറ്റം വരുത്തണമോ എന്ന് തന്ത്രിയാണ് തീരുമാനിക്കേണ്ടതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഇതൊക്കെ ഓരോ സ്ഥലത്തെ ഇതാണ്. ഓരോ ക്ഷേത്രത്തിന് ആചാരങ്ങളുണ്ട്. അത് നിശ്ചയിക്കുന്ന ക്ഷേത്രത്തിന്റെ തന്ത്രിമാരാണ്. അപ്പോൾ ഭരണാധികാരികൾക്ക് അങ്ങനെ ഒരു മാറ്റം ആവശ്യമുണ്ടെങ്കിൽ തന്ത്രികളുമായി ചർച്ച ചെയ്ത് തന്ത്രിയുടെ അനുമതി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ദേവപ്രശ്നം വെച്ച് നോക്കിയിട്ടോ. ഇതാണ് ഹിന്ദു ക്ഷേത്രങ്ങളിലെ ആചാരം. ഇപ്പൊ ഗുരുവായൂർ ദേവസ്വത്തിൽ ഗുരുവായൂരമ്പലത്തിൽ ചുരിദാറിട്ട് കയറാമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അവിടെ ഒരു തന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സദസ്സ് വിളിക്കുകയും അവിടെ ഒരു ദേവപ്രശ്നം നടത്തുകയും ചെയ്തു. ഇത് ഹിന്ദു ആചാരമാണ്. അപ്പോൾ അതാത് ക്ഷേത്രങ്ങളിലെ ആചാരം അനുസരിച്ച് അവർക്ക് ഷർട്ട് ഇട്ട് കയറണമെന്നോ മുണ്ടുടുത്ത്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുണ്ടുടുത്ത് മാത്രമേ കയറാൻ സമ്മതിക്കൂ. അപ്പോൾ അത് അവിടുത്തെ ആചാരമാണ്. അത് അവിടെയുള്ള ഭരണാധികാരികളും അത് ആ ക്ഷേത്രത്തിന്റെ ഭരണാധികാരികളും അവിടുത്തെ തന്ത്രിയും അവിടുത്തെ പൂജാരിയും ഒക്കെയാണ് തീരുമാനിക്കുന്നത്. അതനുസരിച്ച് പോകാൻ പറ്റുന്നവർ പോയാൽ മതി. സനാതനധർമ്മം ഷർട്ടൂരൽ വിവാദങ്ങളിൽ മുഖ്യമന്ത്രിക്കും CPM-നുമെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സനാതനധർമ്മം എന്നാൽ ചാതുർവർണ്ണ്യമെന്ന് പറയുന്നത് തെറ്റാണ്. സമുദായങ്ങളിലെ ആചാരങ്ങളിലെ മാറ്റം അതാത് സമുദായങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതാണ് നല്ലത്. അതിൽ മുഖ്യമന്ത്രി അഭിപ്രായം പറഞ്ഞതിൽ തെറ്റില്ല. സനാതനധർമ്മം ഇന്നത്തെ കാലത്ത് അശ്ലീലമാണെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവന അജ്ഞത കൊണ്ടാണെന്നും സതീശൻ പ്രതികരിച്ചു. സനാതനധർമ്മം അശ്ലീലമാണെന്നുള്ള MV ഗോവിന്ദന്റെ പ്രസ്താവന അജ്ഞതയും ഈ സനാതനധർമ്മം എന്ന് പറയുന്ന നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ സംഘപരിവാറിന്റെ പറമ്പിൽ കൊണ്ടുപോയി കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഗൂഢനീക്കവുമാണ്. ഇത് നമ്മുടെ കൾച്ചറൽ ലെഗസിയാണ്, നമ്മുടെ പാരമ്പര്യമാണ്. പിന്നീട് വന്നിരിക്കുന്ന ചാതുർവർണ്ണയവും വർണ്ണവ്യവസ്ഥയോടും മനുസ്മൃതിയോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല. എല്ലാ മതങ്ങളിലും ആദ്യം ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ പിന്നീട് വന്ന പൗരോഹിത്യവും രാജഭരണങ്ങളെല്ലാം അത് ദുർവ്യാഖ്യാനം ചെയ്തു പല രീതിയിൽ തെറ്റായ പല കാര്യങ്ങളും ഭാഗമായി വന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ് അതാണ് സനാതനധർമ്മം എന്ന് പറയാം. സനാതന മൂല്യങ്ങൾ എന്ന് പറയുന്നത് അതല്ല. അവസാനം സംഘപരിവാറിന്റെ അവരുടെ ഒരു ആശയത്തോട് കൊണ്ടുപോയി കൂട്ടിച്ചേർത്ത് അത് അവരുടേതാക്കി മാറ്റി വയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും CPM-ഉം ചെയ്യുന്നത്. ആ സമുദായത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ ആ സമുദായത്തിൽ ചർച്ചയാവാം. കാലാനുസൃതമായ മാറ്റങ്ങൾ ആചാരാനുഷ്ഠാനങ്ങളിൽ ഏതുവരെ മാറ്റാൻ പറ്റും, ഏതുവരെ മാറ്റാൻ പറ്റില്ല എന്ന് അതാത് സമുദായങ്ങളിൽ ചർച്ച നടന്നോട്ടെ. കാവി ഉടുക്കുന്നവനും
ചന്ദനം തൊടുന്നവനും അമ്പലത്തിൽ പോകുന്നവനും ഒക്കെ RSS ആണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സനാതനധർമ്മത്തെ അവഹേളിക്കുന്ന ശ്രമങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി പിന്തിരിയണമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. വിവാദ പ്രസ്താവന പിൻവലിക്കാത്ത മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഹിന്ദു സമൂഹത്തെ അവഹേളിക്കുന്നുവെന്നും വി മുരളീധരൻ കൊച്ചിയിൽ പറഞ്ഞു. മുഖ്യമന്ത്രി അദ്ദേഹത്തിന് അറിയുന്ന വിഷയങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയണം. അദ്ദേഹം ആരെങ്കിലും എഴുതി കൊടുക്കുന്നത് അതേപടി ആവർത്തിക്കുന്നതിന് പകരം അദ്ദേഹം അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അദ്ദേഹം അറിയാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പോകണ്ട. കാരണം ഒരു ക്ഷേത്രത്തിലെ ആചാരം എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് അവിടുത്തെ പ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മത്സരിച്ച് സാമുദായിക യോഗങ്ങളിൽ പങ്കെടുത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും UDF വിജയിച്ചാൽ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ശക്തി സമാഹരിക്കലാണ് ഇതിന് പിന്നിലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. സമുദായ പരിപാടികൾ പങ്കെടുക്കുന്നതിനെ മറ്റൊന്നുമായും കൂട്ടിക്കെട്ടേണ്ടതില്ലെന്നാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും ഒരുപോലെ പറയുന്നത്. അത് കോൺഗ്രസിനുള്ള അംഗീകാരമാണെന്നാണ് ഇരുവരുടെയും വാദം. എല്ലാ സമുദായങ്ങളുമായും എല്ലാ സമുദായ നേതാക്കന്മാരുമായിട്ടും എനിക്ക് നല്ല ബന്ധമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ച ഇപ്പോൾ പ്രിമച്വറാണ്. ഇപ്പൊ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതിനൊക്കെ സംവിധാനങ്ങളുണ്ട്. പാർട്ടി ഹൈക്കമാൻഡും മറ്റു കാര്യങ്ങളും ഉണ്ട്. അവരാണ് ഇതെല്ലാം തീരുമാനിക്കേണ്ടത്. അപ്പോഴും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക ഹൈക്കമാൻഡാണെന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ചെന്നിത്തല. മന്നം ജയന്തി പൊതുസമ്മേളന ഉദ്ഘാടനത്തിന് പിന്നാലെ മലപ്പുറം പട്ടിക്കാട് ജാമിയ നൂരിയയുടെ 60ാം വാർഷിക സമ്മേളനത്തിൽ ചെന്നിത്തല ഇന്ന് പങ്കെടുക്കും. മുസ്ലിം ലീഗ് നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ് ജാമിയ നൂരിയ എന്നതാണ് ഇതിലെ രാഷ്ട്രീയ കൗതുകം. എന്നാൽ ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ലെന്നാണ് ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം. രമേശ് ചെന്നിത്തല കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു നമ്മളെ സമ്മേളനത്തിൽ. ഇപ്രാവശ്യം ഞങ്ങൾ രമേശ് ചെന്നിത്തല വിളിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ വേറെ നിങ്ങളെ കാണുന്ന ഒരു പൊളിറ്റിക്സും ഇല്ല. എല്ലാത്തിനും രാഷ്ട്രീയം പൊളിറ്റിക്സും ഇല്ലെന്നർത്ഥം. മൊത്തത്തില് ഞങ്ങളെ എല്ലാവർക്കും വേണ്ടി ഒരു കാലാണ് വരാൻ പോണേ. സമുദായ നേതാക്കന്മാരോട് നല്ല ബന്ധം സ്ഥാപിക്കാനാണ് എല്ലാ നേതാക്കന്മാരോടും പറഞ്ഞിട്ടുള്ളതെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. ഒപ്പം തന്നെ മർത്തോമ സഭയും ഓർത്തഡോക്സ് സഭയും ക്ഷണിച്ചതും സതീശൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ഇപ്പോൾ ഞാനിവിടെ റാന്നി വരെ വന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ദേവാലയത്തിൻ്റെ മാർത്തോമ സഭയുടെ കീഴിലുള്ള ഒരു ദേവാലയത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുടെ സമാപന സമ്മേളനമാണ്. ഞാനത് വലിയ പ്രിവിലേജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ ഇപ്പം നാളെ കോട്ടയം ഭദ്രാസനത്തിൻ്റെ ഓർത്തഡോക്സ് സഭയുടെ ഭദ്രാസന ദിനമാണ്. മുഖ്യാതിഥിയായിട്ട് പുതുപ്പള്ളി പള്ളിയിലേക്ക് എന്നെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയെ NSSന്റെ പരിപാടിക്ക് ക്ഷണിച്ചു. നേതാക്കളുടെ ഈ പരസ്യ മത്സരത്തോട് വിയോജിക്കുന്നവരും മത്സരിച്ചാണെങ്കിലും പരമാവധി സാമുദായിക നേതാക്കളുമായി ബന്ധം സ്ഥാപിക്കുന്നത് കോൺഗ്രസിന് നേട്ടമാകുമെന്ന് കരുതുന്നവരും പാർട്ടിയിലുണ്ട്. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത് കോൺഗ്രസുകാർ തന്നെയാണെന്ന് KPCC അധ്യക്ഷൻ K സുധാകരനോട് ബസേലിയോസ് മാർ ക്ലിമീസ് കാതോലിക്ക ബാവ. നാമഹേതു തിരുനാളിനോടനുബന്ധിച്ച് ആശംസ അറിയിക്കാൻ K സുധാകരൻ പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ എത്തിയപ്പോഴായിരുന്നു കർദിനാളിൻ്റെ ഈ പ്രതികരണം. കാര്യം മാത്രം സാർ വന്നുകൊണ്ട് പറയാം. കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത് എല്ലാവരും ചേർന്നാണ്. കോൺഗ്രസിനെ തോൽപ്പിക്കുന്നു എങ്കിൽ അത് കോൺഗ്രസ്സുകാർ മാത്രമാണ്. അതാണ് അതിൻ്റെ പരമാർത്ഥം എന്നുള്ളത് ഞാൻ ഈ പള്ളിയിൽ വെച്ച് പറഞ്ഞുകൊണ്ട് സാറിൻ്റെ സാന്നിധ്യത്തിന് പ്രത്യേകം നന്ദി പറയും. BJPയിലും നേതൃമാറ്റ ചർച്ചകൾ നടക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ ആരാകുമെന്നതിൽ ചൂടുപിടിച്ച ചർച്ചയും അനിശ്ചിതത്വവും. K സുരേന്ദ്രൻ ഒഴിയുമോ എന്നതിൽ വ്യക്തതയില്ല. സുരേന്ദ്രൻ തലസ്ഥാനത്ത് തുടരുന്നതിനെ കൃഷ്ണദാസ് വിഭാഗം അതിശക്തമായി എതിർക്കുകയാണ്. K സുരേന്ദ്രൻ തുടരും. ശോഭാ സുരേന്ദ്രൻ, MD രമേശ്, രാജീവ് ചന്ദ്രശേഖർ ഇവരിൽ ഒരാൾ പ്രസിഡന്റാകും. ഈ സാധ്യതകളാണ് നിലവിൽ. സുരേന്ദ്രൻ മാറിയാൽ ശോഭയുടെ പേരിനാണ് നിലവിൽ മേൽക്കൈ. സമീപകാല തിരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വോട്ട് വിഹിതം കൂടി. തൃശൂരിൽ ജയിച്ചു. സുരേന്ദ്രന് അനുകൂലമായ ഘടകങ്ങൾ പലതുണ്ട്. എന്നാൽ സുരേന്ദ്രനെ മാറ്റിയേ മതിയാകൂ എന്ന ഉറച്ച നിലപാടിലാണ് കൃഷ്ണദാസ് വിഭാഗം. സുരേന്ദ്രൻ തുടർന്നേക്കുമെന്ന സൂചന ഉണ്ടായപ്പോൾ തന്നെ കേന്ദ്ര നിരീക്ഷകൻ വിളിച്ചു ചേർത്ത ഓൺലൈൻ യോഗത്തിൽ നിന്ന് കൃഷ്ണദാസ് പക്ഷ നേതാക്കൾ ഇറങ്ങിപ്പോയിരുന്നു. BJP ലക്ഷ്യമിടുന്ന സാമുദായിക സമവാക്യം പരിഗണിച്ചാൽ ശോഭാ സുരേന്ദ്രനാണ് സാധ്യത. എന്നാൽ ശോഭയ്ക്ക് എതിരാണ് വലിയൊരു വിഭാഗം നേതാക്കൾ. അങ്ങനെ വന്നാൽ MD രമേശ്, രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിൽ. മണ്ഡലം പ്രസിഡന്റുമാരുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കം തുടരുകയാണ്. സംസ്ഥാന വരണാധികാരി നാരായണൻ നമ്പൂതിരിയെ കൊല്ലത്ത് നേതാക്കൾ തടഞ്ഞുവെക്കുകയും വരണാധികാരിക്കെതിരെ കൃഷ്ണദാസ് വിഭാഗം പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നു എന്നാണ് ആരോപണം. 2019 മുതൽ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്ന JP നദ്ദയ്ക്ക് പകരം ഫെബ്രുവരിയിൽ പുതിയ അധ്യക്ഷൻ വരും.
അതിനു മുൻപ് എല്ലാ സംസ്ഥാനങ്ങളിലും അധ്യക്ഷ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കും. വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ സന്ദർശനം നടത്തി. തർക്കസ്ഥലത്തെ ജനങ്ങളുമായി അദ്ദേഹം സംസാരിച്ചു. സബ് കളക്ടർ മീര, പള്ളിപ്പുറം, കുഴുപ്പള്ളി വില്ലേജ് ഓഫീസർമാർ, ഡെപ്യൂട്ടി തഹസിൽദാർമാർ തുടങ്ങിയവരും സംഘത്തിലുണ്ടായി. ജുഡീഷ്യൽ കമ്മീഷൻ ഇന്ന് നമ്മുടെ സ്ഥലത്ത് കടന്നു വന്നിരിക്കുകയാണ്. മുനമ്പം ഭൂപ്രശ്നത്തിൽ വഖഫ് ബോർഡിന്റെ ഭാഗം കേട്ട ശേഷം ഹിയറിംഗ് തുടങ്ങുമെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ CN രാമചന്ദ്രൻ നായർ വ്യക്തമാക്കി. വഖഫ് ബോർഡിന്റെ മറുപടി ലഭിച്ചതിന് ശേഷം ഈ മാസം 10-ന് ശേഷം കളക്ട്രേറ്റിലാകും ഹിയറിംഗ് നടക്കുക. റിപ്പോർട്ട് സർക്കാരിന് അടുത്ത മാസം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹിയറിങ്ങിനായിട്ട് കളക്ട്രേറ്റ് വയ്ക്കും. ഇവരുടെ അസോസിയേഷനുണ്ട്, അതുപോലെ എല്ലാ സംഘടനകളെയും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കേൾക്കും. അവിടെ വരുന്നവരെ എല്ലാം കേൾക്കും. റിപ്പോർട്ട് ഫെബ്രുവരി അവസാനം കൊടുക്കുന്ന ഗവൺമെൻറ് പറഞ്ഞേക്കണേ, അത് കൊടുക്കാൻ ഒക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വഖഫ് ബോർഡിനെയും ഫറൂഖ് കോളേജിനെയും പിന്നെ ഈ ഇവിടുത്തെ താമസക്കാരെ എല്ലാം കേൾക്കും. ഇനി പ്രധാനമായിട്ട് തരാനുള്ളത് വഖഫ് ബോർഡാണ്. പോക്കുവരവ് ആധാരമുള്ളവരുടെ വസ്തുവെല്ലാം പോക്കുവരവ് നടത്തും. പക്ഷേ അത് കോടതി കേസ് നടക്കുന്നതുകൊണ്ട് തൽക്കാലം എല്ലാം നിർത്തിവെക്കാൻ പറഞ്ഞുകൊണ്ടാണ് കരം മേടിക്കാത്തതും പോക്കുവരവ് നടത്താത്തതും. PV അൻവറിന്റെ UDF പ്രവേശന സാധ്യത തള്ളാതെ PK കുഞ്ഞാലിക്കുട്ടി. ആർക്കു മുന്നിലും വാതിൽ അടച്ചിട്ടിട്ടില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അതൊക്കെ ഇനിയിപ്പോൾ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ UDF ഒക്കെ ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. കാത്തിരുന്ന് കാണേണ്ട രാഷ്ട്രീയം മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. അതിനൊക്കെ പിന്നെ പല സാധ്യതകളും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു കാലാവധി ആയി, ഇനി ഈ പരീക്ഷണം ഒന്ന് അവസാനിപ്പിക്കാറായി എന്ന പൊതുവികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പല സംഭവവികാസങ്ങളും ഉണ്ടാവും. കണ്ണൂർ കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്തിന്റെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാർ. RSS BJP പ്രവർത്തകരായ 9 പേരാണ് കേസിലെ പ്രതികൾ. ശിക്ഷ ജനുവരി 7-ന് വിധിക്കും. 19 വർഷത്തിന് ശേഷമാണ് കേസിൽ കോടതി വിധി പറയുന്നത്. RSS പ്രവർത്തകരായ VV സുധാകരൻ, KT ജയേഷ്, CP രഞ്ജിത്ത്, PP അജീന്ദ്രൻ, AV അനിൽ, VV ശ്രീകാന്ത്, VV ശ്രീജിത്ത്, PP രാജേഷ്, TV ഭാസ്കർ എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. പ്രതികളിൽ ഒരാളായ KT അജേഷ് മരിച്ചു. ചൊവ്വാഴ്ച കോടതി ശിക്ഷ വിധിക്കും. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. വിധി അറിഞ്ഞ് റിജിത്തിന്റെ അമ്മ പൊട്ടിക്കരഞ്ഞു. വിധിയിൽ ആശ്വാസമെന്ന് റിജിത്തിന്റെ സഹോദരി. '2005 ഒക്ടോബർ 3-നായിരുന്നു കൊലപാതകം. സുഹൃത്തുക്കളോടൊപ്പം നടന്നുവരവെ ചുണ്ട തച്ചൻകണ്ടി ക്ഷേത്രത്തിനടുത്ത് വച്ച് മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു. റിജിത്തിനൊപ്പമുണ്ടായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരായ നികേഷ്, വികാസ്, വിമൽ എന്നിവർക്കും വെട്ടേറ്റിരുന്നു. 28 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. 59 രേഖകൾ, 50 തൊണ്ടിമുതലുകൾ തുടങ്ങിയവയും പ്രോസിക്യൂഷൻ കോടതിക്ക് മുൻപാകെ ഹാജരാക്കി. ന്യൂസ് 18 കണ്ണൂർ. തമിഴ്നാട്ടിലെ സാത്തൂരിൽ പടക്ക നിർമ്മാണശാലയിലെ സ്ഫോടനത്തിൽ 6 മരണം, 2 പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. ഇന്ന് രാവിലെയാണ് പൊട്ടിത്തെറിയുണ്ടായത്. പടക്ക നിർമ്മാണത്തിന്റെ ഭാഗമായി രാസവസ്തുക്കൾ കലർത്തുന്ന പ്രക്രിയയ്ക്കിടെയാണ് സ്ഫോടനമുണ്ടായതെന്ന് സംശയിക്കുന്നു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ 3 ഷെഡുകൾ പൂർണ്ണമായും തകർന്നു. പടക്ക നിർമ്മാണശാലയുടെ ലൈസൻസ് റദ്ദാക്കി ഉടമയ്ക്കെതിരെ കേസെടുത്തു. സ്ഫോടനത്തിന് ശേഷം ഇയാൾ ഒളിവിലാണ്. അനന്തപുരിയിൽ അരങ്ങുയർന്നു. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. GTech ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് തിരിതെളിഞ്ഞു. ഉദ്ഘാടന വേദിയിലെ ആദ്യ കലാപ്രകടനം പക്ഷേ കാഴ്ചക്കാരുടെ കണ്ണു നനയ്ക്കുന്നതായിരുന്നു. ഉരുൾപൊട്ടലിൽ ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയ ചൂരൽമല മുണ്ടക്കൈ മേഖലയിലെ കുട്ടികൾ അവതരിപ്പിച്ച സംഘനൃത്തം വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ അവരുടെ ദുരന്ത കഥ തന്നെയാണ് അവതരിപ്പിച്ചത്.
ചുവടുകൾ പ്രതീക്ഷയുടേതാണ്, അതിജീവനമാണ്, കുഞ്ഞു മനസ്സുകളുടെ കരുത്താണ്. നേരിട്ട മഹാദുരന്തത്തിൻ്റെ ദൃശ്യാവിഷ്കാരമായിരുന്നു വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ നൃത്തത്തിൻ്റെ ഇതിവൃത്തം. കാഴ്ച ഹൃദയത്തിൽ രക്തം കിനിക്കുന്നതായി, നൊമ്പരമായി, കണ്ണുകളിൽ ഉരുൾപൊട്ടലായി. പ്രാണരക്ഷാർത്ഥമോടി മഴയിൽ തളർന്നു വീണവരെ കാരുണ്യത്തോടെ നോക്കിയ കാട്ടുകൊമ്പനും വേദിയിൽ സ്നേഹത്തിന്റെ പ്രതീകം. ന്യൂസ് 18 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ തകർന്ന തങ്ങളുടെ സ്കൂൾ പഴയ സ്ഥലത്ത് തന്നെ വേണമെന്ന് വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. നിങ്ങളുടെ സ്കൂൾ നല്ല സ്കൂളാണെന്നും അത് അവിടെ തന്നെ ഉണ്ടാകുമെന്നും കുട്ടികൾക്ക് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. കലോത്സവത്തിൻ്റെ അതിജീവന നൃത്തം അവതരിപ്പിച്ച കുട്ടികളെ കാണാൻ മുഖ്യമന്ത്രി എത്തിയപ്പോഴായിരുന്നു കുട്ടികൾ ഇത്തരമൊരു അഭ്യർത്ഥന നടത്തിയത്. നേരത്തെ കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതിയ സംഘനൃത്തത്തോടെയായിരുന്നു 63ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ തുടക്കം. കൽവിളക്കിൽ തിരിതെളിച്ച് മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. മനുഷ്യരാശിക്ക് നഷ്ടമാകുന്ന നന്മ കലയിലൂടെ വീണ്ടെടുക്കാനാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്കൂൾ വിദ്യാഭ്യാസ കാലം അവസാനിക്കുന്നതോടെ കല അവസാനിപ്പിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. ഇത് ഗൗരവമായി ചർച്ച ചെയ്യണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുട്ടികളിലെ കലാപരമായ ശേഷികളെ മാത്രമല്ല, അവരിലെ നന്മകളെ കൂടി പ്രകാശിപ്പിച്ചെടുക്കാൻ കഴിയണം. മനുഷ്യരാശിക്ക് നഷ്ടപ്പെടുന്ന നന്മ കലയിലൂടെ വീണ്ടെടുക്കാനാവും. സ്കൂൾ വിദ്യാഭ്യാസകാലം കഴിയുന്നതോടെ കലാപ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഒരു വലിയ വിഭാഗവും ഉണ്ട്. ഈ വിഷയം ഗൗരവമായി കലാകേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു ചടങ്ങിൽ അധ്യക്ഷൻ. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, വിജയമല്ല പങ്കെടുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ആരോഗ്യകരമായ മത്സരമാണ് അങ്ങനെ ഇവിടെ നടത്തേണ്ടത്. ഇത് കലാധ്യാപകരുടെ മത്സരമല്ല, രക്ഷകർത്താക്കളുടെ മത്സരമല്ല, നമ്മുടെ കുട്ടികളുടെ മത്സരമാണെന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മന്ത്രിമാരായ GR അനിൽ, കെ രാജൻ, AK ശശീന്ദ്രൻ, വീണ ജോർജ്, ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രാവിലെ 9 മണിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തിയതോടുകൂടിയാണ് കലോത്സവത്തിന് തുടക്കമായത്. ഇനി കലോത്സവത്തിൻ്റെ പോയിന്റ് നില പരിശോധിക്കാം.
കണ്ണൂർ ജില്ലയാണ് ഒന്നാമത് നിൽക്കുന്നത്. കണ്ണൂർ ജില്ലയ്ക്ക് ഇതുവരെയുള്ള കണക്കനുസരിച്ച് 63 പോയിന്റുകളാണുള്ളത്. ആലപ്പുഴയ്ക്ക് 61 പോയിന്റുകൾ, എറണാകുളം 61, തൃശ്ശൂർ 61, പാലക്കാട് 61 എന്നിങ്ങനെയാണിപ്പോൾ ആദ്യ 5 സ്ഥാനങ്ങളിൽ ജില്ലകളുടെ പോയിന്റ് നിലകൾ. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. ജിടെക് ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പ്രതിഷേധിച്ച സ്കൂളുകളെ വിലക്കിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മന്ത്രി വി. ശിവൻകുട്ടിക്ക് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകി. വിലക്ക് കുട്ടികളുടെ ഭാവിയിൽ തിരിച്ചടിയാവും. അതിനാൽ തിരുനാവായ, നാവാമുകുന്ദ, കോതമംഗലം, മാർ ബേസിൽ സ്കൂളുകൾക്കെതിരായ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ബഹിരാകാശ റോബോട്ടിക്സ് രംഗത്ത് ചരിത്രമെഴുതി ഇന്ത്യ. സ്പെഡെക്സ് ദൗത്യത്തിനൊപ്പം ഇന്ത്യ അയച്ച റോബോട്ടിക് ആം പ്രവർത്തനക്ഷമമായി. ബഹിരാകാശത്ത് റോബോട്ടിക് സംവിധാനം വിന്യസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അജയ്യരുടെ പട്ടികയിലേക്ക് ഇതോടുകൂടി ഇന്ത്യയും എത്തി. റോബോട്ടിക് ആം പ്രവർത്തനക്ഷമമായ വിവരം ISRO ഔദ്യോഗികമായ എക്സ് അക്കൗണ്ടിലൂടെയാണ് പുറത്തുവിട്ടത്. ഇന്ത്യയുടെ ആദ്യ സ്പേസ് റോബോട്ടിക് ആം എന്ന വിശേഷണത്തോടെയാണ് യന്ത്രക്കൈയുടെ വീഡിയോ ISRO പുറത്തുവിട്ടത്. ISROയുടെ തിരുവനന്തപുരത്തെ IISUവിലാണ് യന്ത്രക്കൈ വികസിപ്പിച്ചത്. ബഹിരാകാശത്ത് വസ്തുക്കളുടെ സ്ഥാനം മാറ്റാനും അറ്റകുറ്റപ്പണികൾക്കുമാണ് യന്ത്രക്കൈ ഉപയോഗിക്കുന്നത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് 29 പേരുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് BJP. 70 അംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ന്യൂഡൽഹി മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രിയും AIP നേതാവുമായ അരവിന്ദ് കെജ്രിവാളിനെതിരെ മുൻ MP കൂടിയായ പർവേഷ് വർമ്മ മത്സരിക്കും. മറ്റൊരു മുൻ MP രമേശ് ബിധൂരി കൽക്കാജിയിൽ നിന്നും ജനവിധി തേടും. ഇവിടെ മുഖ്യമന്ത്രി അതിഷിയെ നേരിടാനാണ് ബിധൂരിയെ BJP നിയോഗിച്ചിരിക്കുന്നത്. ശാന്തിഗിരി ഫെസ്റ്റിൽ വെജിറ്റേറിയൻ രുചി വൈവിധ്യങ്ങളുമായി ഭക്ഷ്യമേള. വിവിധ സംസ്ഥാനങ്ങളിലെ വെജിറ്റേറിയൻ രുചി വൈവിധ്യങ്ങളാണ് മേളയിലെ ആകർഷണം. 21 തരം വെറൈറ്റി ദോശകൾ, പാനിപ്പൂരി, ചോലെ ഭട്ടൂര, ചൈനീസ് വിഭവങ്ങളായ ഗോബി മഞ്ചൂരിയൻ എന്നിവയ്ക്ക് പുറമെ വിവിധ തരം നൂഡിൽസും ബിരിയാണിയും സിംഗപ്പൂർ ഫ്രൈഡ് റൈസുമൊക്കെയാണ് രുചിക്കൂട്ടുകൾ. 72 തരം വിഭവങ്ങൾ ചേർത്ത മെഗാ സദ്യയും ഭക്ഷ്യമേളയുടെ ഭാഗമാണ്. മെഗാ സദ്യയ്ക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ഫെസ്റ്റിവലിൽ ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം വി. ജോയ് MLAയും അങ്ങാടിപ്പുരയുടെ ഉദ്ഘാടനം DK മുരളി MLAയും നിർവഹിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7180, പവന് 57,440. 18 ക്യാരറ്റ് ഗ്രാമിന് 5960, പവന് 47,680. വെള്ളി ഗ്രാമിന് 95 രൂപ, കിലോഗ്രാമിന് 95,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. പൂർണ്ണമാവുന്നു. ഇനി ഫാസ്റ്റ് ന്യൂസ് ആണ്. MG രേണുക ചേരും. പ്രിയപ്പെട്ട വിദ്യാർത്ഥി